നെക്സ്റ്റ് ടൈപ്പാണ് ഇൻ്റഗ്രേഷൻ അറൗണ്ട് എ സെമി സർക്കിൾ. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ പ്രത്യേകത എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരും. ഈ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ബൈ അനദർ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് വരാം, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എക്സ് ബൈ അനദർ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു കോസ് എ എക്സ് എന്ന് വരാം, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എക്സ് ബൈ അനദർ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു സൈൻ എ എക്സ് എന്ന് വരാം. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സിലുള്ള ഫംഗ്ഷനെ എല്ലാം ഫംഗ്ഷൻ ഓഫ് ഇസഡ് ആക്കി നമ്മൾ എഴുതണം. അപ്പോൾ ഇൻ്റഗ്രൽ സി ഫംഗ്ഷൻ ഓഫ് ഇസഡ് ഡി ഇസഡ്, where function of z is equal to function of z by psi of z or function of z by psi of z into e raised to iaz. കൊസൈൻ ആണെങ്കിൽ റിയൽ പാർട്ട് എടുക്കുക, സൈൻ ആണെങ്കിൽ ഇമാജിനറി പാർട്ട് എടുക്കുക. ഇനി സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് കോണ്ടൂർ കൺസിസ്റ്റിംഗ് ഓഫ് ദി റിയൽ ആക്സിസ്. തന്നിരിക്കുന്ന ഫിഗർ നോക്കിക്കൊള്ളണം. അപ്പോൾ റിയൽ ആക്സിസ് എന്ന് പറയുന്നത് -r to +r എന്നുണ്ട്. സെക്കംഫറൻസ് ആണെങ്കിൽ സെക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ അത് മാർക്ക് ചെയ്തിട്ടുണ്ട് CR ഓഫ് ദി അപ്പർ ഹാഫ് ഓഫ് ദി സർക്കിൾ മോഡ് z ഈക്വൽ ടു r. പിന്നെ നമ്മളൊരു അസംഷൻ കൊടുക്കുകയാണ്, ഈ റിയൽ ആക്സിസിൽ സിംഗുലർ പോയിന്റ്സ് ഇല്ല, അതുപോലെ സർക്കംഫറൻസിലും സിംഗുലർ പോയിന്റ്സ് ഇല്ല, പക്ഷേ സം പോൾസ് നമ്മൾ ഇൻസൈഡ് സിയിൽ വരാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. സപ്പോസ് ദെർ ആർ നോ സിംഗുലർ പോയിന്റ്സ് ഓൺ ദ റിയൽ ആക്സിസ്, നോ സിംഗുലാരിറ്റീസ് ഓൺ ദി സർക്കംഫറൻസ്, ബട്ട് പോസിബിളി സം പോൾസ് ലൈ ഇൻസൈഡ് സി. Hence, by residue theorem, integral C function of z dz equal to 2 pi a into sum of the poles lie inside C. ഇനി ആ ഇൻ്റർവെലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ആ റിയൽ ആക്സിസ് ഫസ്റ്റ് എടുക്കുക. ഇൻ്റഗ്രൽ -r to r ഫംഗ്ഷൻ ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ CR ഫംഗ്ഷൻ ഓഫ് z ഡി ഇസഡ് ഈക്വൽ ടു 2 pi a into sum of the poles lie inside C. Making r tends to infinity so that integral CR function of z dz tends to 0 as r tends to infinity. അപ്പോൾ ഇക്വേഷൻ 1 എന്തായിട്ട് മാറും? ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 pi a ഇൻറ്റു സം ഓഫ് ദി റെസിഡ്യൂസ് ഓഫ് ദ പോൾസ് ലൈ ഇൻസൈഡ് സി. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4. അപ്പോൾ തന്നിരിക്കുന്ന എക്സിലുള്ള ഒരു ഫംഗ്ഷനാണ്. ലിമിറ്റ് എന്ന് പറയുന്നത് -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷനെ എല്ലാം ഇസഡ് ആക്കി എഴുതണം. ലെറ്റ് ഇൻ്റഗ്രൽ സി ഇസഡ് സ്ക്വയർ ഡി ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഇസഡ് സ്ക്വയർ പ്ലസ് 4 സിക്കൽ ടു ഇൻ്റഗ്രൽ സി ഫംഗ്ഷൻ ഓഫ് ഇസഡ് ഡി ഇസഡ്. ഇനി നമ്മൾ അതിൻ്റെ പോൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. പോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്റർ 0 ഇക്വേറ്റ് ചെയ്യുക. ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 ആണെങ്കിൽ ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് i. ഇസഡ് സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0 ആണെങ്കിലോ ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2i. ഇതെല്ലാം സിമ്പിൾ പോൾസ് ആണ്. ഇസഡ് ഈക്വൽ ടു ഐയും 2iയും ഈ പോൾസിൻ്റെ എല്ലാം ഇൻസൈഡിലാണ് ലൈ ചെയ്യുന്നത്. എപ്പോഴും പോസിറ്റീവ് എല്ലാം ഇൻസൈഡ് ആയിരിക്കും. അപ്പോൾ ബൈ കോഷ്യസ് റെസിഡ്യൂ തിയറം ഉപയോഗിച്ച് നമുക്കറിയാം 2 pi a ഇൻറ്റു സം ഓഫ് ദി പോൾസ് ലൈ ഇൻസൈഡ് സി ആണ്. അപ്പോൾ ആ ഇൻസൈഡിൻ്റെ മാത്രം റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ റെസിഡ്യൂ എഫ് ഓഫ് ഐ എന്താണ്? ലിമിറ്റ് z ടെൻസ് ടു i z മൈനസ് i ഇൻറ്റു z സ്ക്വയർ ഡിവൈഡഡ് ബൈ z മൈനസ് i ഇൻറ്റു z പ്ലസ് i z മൈനസ് 2i ഇൻറ്റു z പ്ലസ് 2i മൈനസ് 1 ബൈ 2i ഇൻറ്റു മൈനസ് i ഇൻറ്റു 3i. അപ്പോൾ -1 ബൈ 6i എന്ന് വരും. 1 ബൈ i എന്ന് പറയുന്ന -i ആണ്. അപ്പോൾ i ബൈ 6. ഇനി റെസിഡ്യൂ എഫ് ഓഫ് 2i ആണെങ്കിൽ ലിമിറ്റ് z ടെൻസ് ടു 2i z മൈനസ് 2i ഇൻറ്റു z സ്ക്വയർ ഡിവൈഡഡ് ബൈ z സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു z മൈനസ് 2i ഇൻറ്റു z പ്ലസ് 2i. അപ്പോൾ -4 ബൈ -3 ഇൻറ്റു 4i. അപ്പോൾ 1 ബൈ 3i എന്ന് വരും. -i ബൈ 3. ഈ ബൈ കോഷ്യസ് റെസിഡ്യൂ തിയറം ഉപയോഗിച്ച് എഴുതുക. ഇൻ്റഗ്രൽ സി ഫംഗ്ഷൻ ഓഫ് z ഡി z ആണെങ്കിൽ 2 pi a ഇൻറ്റു i ബൈ 6 മൈനസ് i ബൈ 3. അതിനെയെല്ലാം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് pi ബൈ 3 എന്ന് കിട്ടും. ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4 ഇസ് ഈക്വൽ ടു pi ബൈ 3. Second question, evaluate integral 0 to infinity x square by x square plus a square into x square plus b square into dx. അപ്പോൾ തന്നിരിക്കുന്ന ലിമിറ്റ് 0 to infinity ആണ്. പക്ഷേ നമുക്ക് ടൈപ്പ് 2 വരുന്നത് ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് എക്സിനെ എല്ലാം ഇസഡ് ആക്കി മാറ്റി എഴുതണം. അപ്പോൾ ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു ഡി എക്സ് സീക്വൽ ടു ഇൻ്റഗ്രൽ സി z സ്ക്വയർ ഡി z ബൈ z സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു z സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സീക്വൽ ടു ഇൻ്റഗ്രൽ സി ഫംഗ്ഷൻ ഓഫ് z ഡി z. ഇനി പോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്റർ 0 ഇക്വേറ്റ് ചെയ്യുക. z സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇക്കട്ട് 0 ആണ്. അപ്പോൾ z സ്ക്വയർ ഇക്കട്ട് മൈനസ് എ സ്ക്വയർ എന്ന് വരും. z ഇക്കട്ട് പ്ലസ് ഓർ മൈനസ് എ ആയി. z സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇക്കട്ട് 0 ആണ്. z സ്ക്വയർ ഇക്കട്ട് മൈനസ് ബി സ്ക്വയർ ആണ്. z ഇക്കട്ട് പ്ലസ് ഓർ മൈനസ് ബി ആയി. ഇതെല്ലാം സിമ്പിൾ പോൾസ് ആണ്.
അപ്പോൾ പ്ലസ് എല്ലാം ഇൻസൈഡ് ആയിരിക്കും. അപ്പോൾ ഇസഡ് ഈക്വൽ ടു എ ആയും ഇസഡ് ഈക്വൽ ടു ബി ആയും ലൈ ഇൻസൈഡ് സി ആണ്. ഇസഡ് ഈക്വൽ ടു മൈനസ് എ ആയും ഇസഡ് ഈക്വൽ ടു മൈനസ് ബി ആയും ലൈ ഔട്ട്സൈഡ് സി ആയിരിക്കും. ഇനി റെസിഡ്യൂ എഫ് ഓഫ് എ ഐ എന്താണ്? ലിമിറ്റ് ഇസഡ് ടെൻസ് ടു എ ഐ ഇസഡ് മൈനസ് എ ഐ ഇൻറ്റു ഇസഡ് സ്ക്വയർ ബൈ ഇസഡ് മൈനസ് എ ഐ ഇൻറ്റു ഇസഡ് പ്ലസ് എ ഐ ഇൻറ്റു ഇസഡ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി ഇസഡിന് എ ഐ കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് എ സ്ക്വയർ ബൈ 2ai ഇൻറ്റു മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സിക്കൽ ടു എ ബൈ 2i ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി റെസിഡ്യൂ എഫ് ഓഫ് ബി ഐ എന്താണ്? മൈനസ് ബി ബൈ 2i ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എച്ച് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സിക്കൽ ടു 2πi ഇൻറ്റു എ ബൈ 2i ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മൈനസ് ബി ബൈ 2i ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പൈ ഇൻറ്റു എ മൈനസ് ബി ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സിക്കൽ ടു പൈ ബൈ എ പ്ലസ് ബി. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എച്ച് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു ഡി എച്ച്. ഇൻ്റഗ്രൽ മൈനസ് എ ടു എ ഫംഗ്ഷൻ ഓഫ് എച്ച് ഡി എച്ച് എന്ന് പറയുന്നത് ട്വൈസ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ ഫംഗ്ഷൻ ഓഫ് എച്ച് ഡി എച്ച് ആണ്. അപ്പോൾ ട്വൈസ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എച്ച് സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എച്ച് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു ഡി എച്ച്. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എച്ച് സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എച്ച് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു ഡി എച്ച് സിക്കൽ ടു 1/2 ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എച്ച് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു ഡി എച്ച്. അപ്പോൾ 1/2 ഇൻറ്റു പൈ ബൈ എ പ്ലസ് ബി എന്ന് വരും. പൈ ബൈ 2 ഇൻറ്റു എ പ്ലസ് ബി. ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കോസ് എച്ച് ബൈ എച്ച് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എച്ച് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. കൊസൈൻ എന്ന് പറയുമ്പോൾ റിയൽ പാർട്ടാണ്, സൈൻ ആണെങ്കിൽ ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ ഇവിടെ കൊസൈൻ ആണ് തന്നിരിക്കുന്നത്, അപ്പോൾ അത് റിയൽ പാർട്ടാണ്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ നമ്മൾ എങ്ങനെ എടുത്ത് എഴുതണം? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കോസ് എച്ച് ഡി എച്ച് ബൈ എച്ച് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എച്ച് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സിക്കൽ ടു റിയൽ പാർട്ട് ഓഫ് ഇൻ്റഗ്രൽ സി ഇ റേസ് ടു ഐ ഇസഡ് ഡി ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ഇസഡ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇപ്പോൾ റിയൽ പാർട്ട് ഓഫ് ഇൻ്റഗ്രൽ സി ഫംഗ്ഷൻ ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് വരും. ഇനി പോൾസ് കാൽക്കുലേറ്റ് എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ 0 വെയിറ്റ് ചെയ്യാം. ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ എന്ന് കിട്ടും. ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി ഐ ആണ്. ഇതെല്ലാം സിമ്പിൾ പോൾസ് ആണ്. ഇപ്പോൾ ഇസഡ് ഈക്വൽ ടു എ എന്ന് പറയുന്നതും ഇസഡ് ഈക്വൽ ടു ബി ഐ ആണെങ്കിലും ലൈ ഇൻസൈഡ് സി ആണ്. അതിൻ്റെ അതേഴ്സ് എല്ലാം ഔട്ട്സൈഡ് സി ആയിരിക്കും. ഇനി റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. റെസിഡ്യൂ എഫ് ഓഫ് എ ഐ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു എ ഐ ഇസഡ് മൈനസ് എ ഐ ഇൻറ്റു ഇ റേസ് ടു ഐ ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ ഐ ഇൻറ്റു ഇസഡ് പ്ലസ് എ ഐ ഇൻറ്റു ഇസഡ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇ റേസ് ടു മൈനസ് എ ഡിവൈഡഡ് ബൈ 2ai ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇനി റെസിഡ്യൂ എഫ് ഓഫ് ബി ഐ എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് ബി ഡിവൈഡഡ് ബൈ 2bi ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കോസ് എച്ച് ഡി എച്ച് ബൈ എച്ച് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എച്ച് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സിക്കൽ ടു റിയൽ പാർട്ട് ഓഫ് 2πi ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ഡിവൈഡഡ് ബൈ 2ai ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് ഇ റേസ് ടു മൈനസ് ബി ഡിവൈഡഡ് ബൈ 2bi ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. റിയൽ പാർട്ട് ഓഫ് പൈ ഇൻറ്റു മൈനസ് ബി ഇ റേസ് ടു മൈനസ് എ പ്ലസ് എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി ഡിവൈഡഡ് ബൈ എ ബി ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ പൈ ബൈ എ ബി ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി.